ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വെയിറ്റേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൂടാ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇന്ന് എക്കണോമിക്സിൻ്റെ വെയിറ്റേജ് ഒന്ന് നോക്കാം. അത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, ലാസ്റ്റ് ടൈമാണ്, കുറച്ച് സമയങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. തിങ്കളാഴ്ച എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ എക്സാമിൻ്റെ തലേന്നൊരു നൈറ്റ് മാത്രമാണ്. കാരണം തീരും ഗ്യാപ്പുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് വരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പം എക്കണോമിക്സിൻ്റെ കേസിൽ മക്കൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരുപാട് പഠിച്ചു തുടങ്ങാത്ത കുട്ടികളുണ്ടാവും, കുറേ പെൻഡിങ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങളിതാ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. സെക്കൻഡ് ടേമിൻ്റെ പോർഷൻസ്, ഓക്കെ, ടേം 2ൻ്റെ പോർഷൻസ് നിങ്ങൾ നോക്കുക. അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ മെയിൻ പോർഷൻസ്. ആ മെയിൻ പോർഷൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററുകൾ മക്കൾ പഠിക്കുക. ഇവിടെ അപ്പോൾ ആ സെക്കൻഡ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്. അതായത് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, യെസ്, മാക്രോ എക്കണോമിക്സിൻ്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ 12 മാർക്കോളം വെയിറ്റേജ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതും മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ 10 മാർക്കോളം യെസ് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. റെഡി. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അത് ഫസ്റ്റ് ടൈമിലാണ്. യെസ്, അതിനും ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. ഓക്കെ, ഈ 3 ചാപ്റ്ററുകൾ മക്കൾ മെയിനായിട്ടും പഠിച്ചിരിക്കണം. ഒരു കാര്യവും സ്കിപ്പ് ചെയ്യാതെ ഈ 3 ചാപ്റ്ററുകളും മക്കൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് നോക്കണ്ട, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കവർ ചെയ്തോളാം. ഓക്കെ, കുറേ പെൻഡിങ് ഒക്കെ ഉള്ള കുട്ടികളോടാണ് സാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കവർ ചെയ്തതിന് ശേഷം മാത്രം, അത് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം മക്കൾ എന്ത് ചെയ്യുക, മറ്റ് ചാപ്റ്ററുകളിലേക്ക് പോവുക. ഓക്കെ, സെറ്റ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ പഠിക്കേണ്ടത് ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം. ഒരുപാട് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഇത് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ആരും പേടിച്ച് നെർവസ് ആയിട്ട് അയ്യോ കുറേ പഠിക്കാനുണ്ടല്ലോ, പഠിച്ചിട്ടില്ലല്ലോ എന്നൊന്നും ആലോചിച്ച് അങ്ങനെയൊന്നും അല്ല പഠിക്കാനിരിക്കുക. നിങ്ങളുള്ള ടൈം നന്നായിട്ട് കാം ആൻഡ് കൂളായിട്ട് ഇരുന്ന് പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലേക്ക് എസ്കേറ്റാൻ അങ്ങനെ നിങ്ങൾ പഠിക്കാനിരിക്കുക. ഓക്കെ, നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടും. ഓക്കെ, ലാസ്റ്റ് ടൈമാണ്. ഈ ടൈമിലെങ്കിലും മക്കളൊന്ന് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവരും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.